പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ ഫിസിക്സിലെ ഒരു പ്രത്യേക ടോപ്പിക് എടുക്കുന്നതായിരിക്കും. ടെക്നിക്കൽ ടേംസ് ഒഴികെ ബാക്കിയുള്ളതെല്ലാം മലയാളത്തിലായിരിക്കും ഞാൻ പറയുന്നത്. കാരണം നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഫ്ലുവൻസി ഇല്ലാത്ത കുട്ടികൾക്കും കൂടുതൽ പ്രയോജനപ്പെടണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത്. ആദ്യം നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിക്കുന്നത് ചാർജുകളുടെ പ്രൊഡക്ഷനാണ്. നമുക്കറിയാം, താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിച്ചിരുന്നപ്പോൾ നമ്മളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണും, മിക്ക കുട്ടികളും ചെയ്ത് കാണുന്നത് ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ നന്നായിട്ട് റബ്ബ് ചെയ്തിട്ട് ചെറിയ പേപ്പർ കഷ്ണങ്ങളുടെ മുകളിൽ പിടിക്കുമ്പോൾ ഈ പേപ്പർ കഷ്ണങ്ങൾ അതിൽ ചാടി പിടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത്തരം എക്സ്പീരിയൻസ് നമുക്ക് നേരത്തെ അറിയാം. പക്ഷേ ഇതിനെക്കുറിച്ച് വളരെ ശാസ്ത്രീയമായിട്ട് ആദ്യം ക്ലാസ് എടുത്ത ആൾ ഡ്യൂഫേ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഉപയോഗിച്ചത് ഒരു ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്തു. എന്നിട്ട് അത് സിൽക്ക് ഫൈബർ ഉപയോഗിച്ച് തൂക്കിയിട്ടു. മറ്റൊരു ഗ്ലാസ് റോഡ് ഇതേപോലെ തന്നെ സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്ത് അതിന് സമീപത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇത് വികർഷിച്ച് പോകുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഒരു എബണൈറ്റ് റോഡ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് റോഡ് ആനിമൽ ഫർ കൊണ്ട് അല്ലെങ്കിൽ കമ്പിളി കൊണ്ട് ഒരു സീറ്റ് ഇതുപോലെ സസ്പെൻഡ് നിർത്തി അതുപോലെ എബണൈറ്റ് റോഡ് അതിനടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഇതും റിപ്പൽ ചെയ്ത് പോകുന്നത് കണ്ടു. പക്ഷേ ഈ ഒരു ഗ്ലാസ് റോഡും എബണൈറ്റ് റോഡും അടുത്തടുത്ത് വന്നപ്പോൾ അത് തമ്മിൽ ആകർഷിക്കുന്നതും കണ്ടു, അട്രാക്ഷനായിരുന്നു. ഇതിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം കൺക്ലൂഡ് ചെയ്തു. ദർ ആർ 2 types of charges, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ്. ഇതിൽ പിന്നീട് ഗ്ലാസ് റോഡിലെ ചാർജാണ് പോസിറ്റീവ് എന്ന് വിചാരിച്ചത്. ആർബിട്രറി ആയിട്ട് തിരഞ്ഞെടുത്താണ് പോസിറ്റീവ് ചാർജാണ് ഗ്ലാസ് റോഡ് ചാർജ് എന്ന്. അതുപോലെ തന്നെ എബണൈറ്റ് റോഡിലെ ചാർജ് നെഗറ്റീവ് ആണെന്ന് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്തു. സോ ദർ ആർ 2 types of charges, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്. പോസിറ്റീവ് ചാർജസ് repel each other, also negative charges repel each other, but positive and negative charges attract each other. എന്തുകൊണ്ടാണ് വസ്തുക്കൾ റബ്ബ് ചെയ്യുമ്പോൾ ചാർജ്ഡ് ആയിട്ട് മാറുന്നത്? നമ്മൾ കണ്ടു, ഒരു ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡ് പോസിറ്റീവ് ആകുന്നു, സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ് ആകുന്നു. നമുക്കറിയാം, എല്ലാ വസ്തുക്കളിലും ആറ്റംസ് ഉണ്ട്. ഈ ആറ്റങ്ങളിൽ ഇലക്ട്രോണുകളുണ്ട്. ഒരു ആറ്റത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലെ ഇലക്ട്രോൺ എന്ന് പറയുന്നത് ചില മെറ്റീരിയലിൻ്റെ കേസിൽ വളരെ ലൂസ്ലി ബൗണ്ടായിരിക്കും, ഈസി ആയിട്ട് എടുത്തു മാറ്റാൻ പറ്റും. മറ്റു ചില മെറ്റീരിയൽസിന് അത്ര തന്നെ ഈസി അല്ല. ഇപ്പോൾ ഗ്ലാസ് റോഡ് സിൽക്ക് ക്ലോത്ത് കൊണ്ട് റബ്ബ് ചെയ്യുമ്പോൾ ഗ്ലാസ് റോഡിൻ്റെ മെറ്റീരിയലിലെ ആറ്റങ്ങളിലെ ഔട്ടർമോസ്റ്റ് ഓർബിറ്റിലെ ചില ഇലക്ട്രോൺസ് സിൽക്ക് ക്ലോത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നു. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുമ്പോൾ ഗ്ലാസ് റോഡ് പോസിറ്റീവ് ചാർജിലാകുന്നു, അതേസമയം സിൽക്ക് ക്ലോത്ത് നെഗറ്റീവ്ലി ചാർജ് ആകുന്നു. 2 ചാർജുകളുടെ എമൗണ്ട് എന്ന് പറയുന്നത് തുല്യവും വിപരീതവും ആകുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ ഇലക്ട്രോണുകൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ റബ്ബ് ചെയ്ത് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ വസ്തുവിൻ്റെ മാസിൽ വ്യത്യാസം സംഭവിക്കും. പോസിറ്റീവ് ചാർജ് നേടിയെടുത്ത വസ്തുവിൻ്റെ മാസ് കുറയുകയും നെഗറ്റീവ് ചാർജ് കിട്ടിയ വസ്തുവിൻ്റെ മാസ് കൂടുകയും ചെയ്യും. കാരണം ഇലക്ട്രോണിന് മാസ് ഉണ്ടെന്ന് നമുക്കറിയാം. ചാർജസിൻ്റെ പൊതുവായിട്ടുള്ള പ്രോപ്പർട്ടീസിൽ ഒന്ന് കിട്ടി, ലൈക്ക് ചാർജസ് റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജസ് അട്രാക്റ്റ്. ഇത്തരം ചാർജുകളുടെ പ്രോപ്പർട്ടീസ് പലതുണ്ട്. അതിലടുത്തൊരു പ്രോപ്പർട്ടിയാണ് ആഡിറ്റീവ് പ്രോപ്പർട്ടി. ദാറ്റ് മീൻസ് ചാർജസ് ക്യാൻ ബി ആഡഡ് ആൾജിബ്രൈലി. വാട്ട് ഡസ് ഇറ്റ് മീൻ? നമുക്ക് ഒരു സിസ്റ്റം എടുക്കുക, അതിൽ ധാരാളം ചാർജസ് ഉള്ളതായിട്ട് കണക്കാക്കുക. Q1, Q2, Q3 etc. charges. Then the total charge in the system is given by Q equals Q1 plus Q2 plus Q3 plus etc. ഇതിൽ ചാർജസ് ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ചാർജസ് പോസിറ്റീവ് സൈൻ ഉള്ളതായിരിക്കും, നെഗറ്റീവ് ചാർജസ് നെഗറ്റീവ് സൈൻ ഉള്ളതായിരിക്കും. നെറ്റ് ചാർജ് ഇസ് ഗിവൺ ബൈ ദ സം ഓഫ് ദ ചാർജസ്. ദിസ് ഈസ് കോൾഡ് ആഡിറ്റീവ് പ്രോപ്പർട്ടി ഓഫ് ചാർജസ്. അതുപോലെ തന്നെ അടുത്തൊരു പ്രോപ്പർട്ടി നമുക്ക് പഠിക്കാനുള്ളത് വേറൊന്നുമല്ല,
ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് ആണ്. ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് മീൻസ് the charge contained by any body will be a positive or negative integral multiple of a fundamental unit of charge. The fundamental unit of charge is the charge of electron given by E equals 1.6 into 10 raised to minus 19 coulombs. So the charge on any body is given by Q equals plus or minus Ne, where N is equal to 1, 2, 3, etc. This is known as quantization of electric charge. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബോഡിക്ക് ഫ്രാക്ഷൻ ഓഫ് ചാർജസ് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇയുടെ പകുതി ഹാഫ് ഇ ഉണ്ടാവില്ല, അതുപോലെ 5/2 ഇ ഉണ്ടാവില്ല. എപ്പോഴും എന്തായിരിക്കണം? ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ, പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് the basic unit E. It is the magnitude of the charge on an electron and it is given by E is equal to 1.6 into 10 raised to minus 19 coulomb. This is known as a quantization of electric charge. Next is conservation of electric charge. That means the total charge in a system will be conserved. That means charges can neither be created nor be destroyed, but the total charge in an isolated system remains the same. ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള വ്യൂഹത്തിൽ പോസിറ്റീവ് ചാർജസും നെഗറ്റീവ് ചാർജസും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്താൽ ഒരു വാല്യൂ കിട്ടും. അത് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പുറമേയുള്ള സിസ്റ്റംസുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ, ചാർജസ് ട്രാൻസ്ഫർ ചെയ്തില്ലെങ്കിൽ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കും. നമുക്ക് ഈ സിമ്പിൾ എക്സ്പീരിയൻസിൽ അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഗ്ലാസ് റോഡ് ആദ്യമേ റബ്ബ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ ചാർജ് 0 ആയിരുന്നു, എബണൈറ്റ് റോഡിൻ്റെ ചാർജ് 0 ആയിരുന്നു. പക്ഷേ റബ്ബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗ്ലാസ് റോഡിന് സിൽക്ക് കൊണ്ട് റബ്ബ് ചെയ്ത കേസിൽ ഗ്ലാസ് റോഡിന് പോസിറ്റീവ് ചാർജ് കിട്ടി, സിൽക്ക് ക്ലോത്തിന് നെഗറ്റീവ് ചാർജ് കിട്ടി. പക്ഷേ ആ ടോട്ടൽ ചാർജ് എന്ന് പറയുന്നത് ഈക്വലും ഓപ്പോസിറ്റും ആയതുകൊണ്ട് അത് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് 0 ആയിരിക്കും. സോ ബിഫോർ റബ്ബിങ് ദ ടോട്ടൽ ചാർജ് ഓഫ് ഗ്ലാസ് റോഡ് ആൻഡ് സിൽക്ക് ഈസ് ഈക്വൽ ടു 0 ആൻഡ് ആഫ്റ്റർ റബ്ബിങ് they contain equal and opposite charges so that the sum will again be equal to 0. അതിൻ്റെ തുക എന്ന് പറയുന്നത് വീണ്ടും 0 തന്നെ ആയിരിക്കും. ദിസ് ഇസ് നോൺ ആസ് കൺസർവേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. നമുക്ക് വേറെ എക്സാമ്പിൾസ് പറയാൻ പറ്റും. ഒരു യുറേനിയം 238 ന്യൂക്ലിയസ് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യുന്നു, തോറിയമായിട്ട് മാറുന്നു, തോറിയം 90 ആയിട്ട് മാറുന്നു എന്ന് വിചാരിക്കുക. അതിൻ്റെ കൂടെ ഒരു ആൽഫ പാർട്ടിക്കിൾ ഫോം ചെയ്യുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, നേരത്തെ 10ാം ക്ലാസ്സിലേക്ക് പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കേസിൽ 234 തോറിയത്തിൻ്റെ. ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും ദ എമൗണ്ട് ഓഫ് ചാർജ് ബിഫോർ ദിസ് ഡിസിൻറ്റഗ്രേഷൻ പ്രോസസ്സ് എന്തായിരിക്കും. ന്യൂക്ലിയർ ഡിസിൻറ്റഗ്രേഷൻ നടക്കുന്നതിന് മുമ്പായിട്ടുള്ള ന്യൂക്ലിയസിൻ്റെ പോസിറ്റീവ് ചാർജസ് എന്ന് പറഞ്ഞാൽ ഈ യുറേനിയം ന്യൂക്ലിയസിലെ പ്രോട്ടോണിൻ്റെ ചാർജസാണ്. അത് എത്രയായിരിക്കും ഇനിഷ്യൽ ചാർജ്? ഇറ്റ് വിൽ ബി 92 ആയിരിക്കും. Then after disintegration the total charge is given by 90E plus 2E. It is again equal to 92E. That means the charge in the process is conserved. This is known as a conservation of electric charge. In connection with this property of attraction or repulsion, we study a law known as Coulomb's law. We consider two charges here. Q1 is the first charge and Q2 is the second charge. They are separated by a distance r. അപ്പോൾ തമ്മിലുള്ള അകലം എന്ന് പറയുന്നത് ആറാന്ന് വിചാരിക്കുക. Q1 ആദ്യ ചാർജ്, Q2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ചാർജ്. അങ്ങനെയാണെങ്കിൽ കൂളംസ് ലോ പറയുന്നതാണ് the force of attraction or repulsion between the two charges is proportional to the product of the charges and inversely proportional to the square of the distance between the charges. That means F proportional to Q1 Q2 by R square. This is known as Coulomb's law. This can be written as F is equal to a constant A into Q1 Q2 by R square. The value of the constant A depends upon two things. The first one is the unit in which Q1 and Q2 are expressed. ഒന്നാമത്തെ കാര്യം Q1 Q2 ഏത് യൂണിറ്റിലാണോ എക്സ്പ്രസ് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്യും. രണ്ടാമത്തത് ഡിപ്പെൻഡ്സ് ഓൺ ദ നേച്ചർ ഓഫ് ദ മീഡിയം ബിറ്റ്വീൻ ദ ചാർജസ്. ഇതിനിടയ്ക്കുള്ള ചാർജുകൾക്ക് ഇടയ്ക്കുള്ള
ആ മാധ്യമം അല്ലെങ്കിൽ മീഡിയത്തെ ഡിപ്പെൻഡ് ചെയ്യും, അതിൻ്റെ സ്വഭാവത്തെ ഡിപ്പെൻഡ് ചെയ്യും. അങ്ങനെ എസ് ഐ സിസ്റ്റത്തിൽ ഫ്രീ സ്പേസിൽ ഇൻ എസ് ഐ ആൻഡ് ഫോർ ഫ്രീ സ്പേസ് മീൻസ് എയർ ഓർ വാക്വം. ആ കേസിൽ എയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/4πε0 ആണെന്ന് കണ്ടെത്തി. ഇവിടെ ε0 എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ 8.854 into 10⁻12 SI units. Here the SI units means it will be given by Coulomb square per Newton per meter square. This is the value of the permittivity. If the charges are placed in another medium, വേറൊരു മീഡിയത്തിലാണ് ഈ ചാർജുകൾ വയ്ക്കുന്നതെങ്കിൽ അതിൻ്റെ കേസിൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ മാറ്റം സംഭവിക്കും. ഇറ്റ് ഈസ് ഗിവൺ ബൈ 1/4πε0 ഇൻറ്റു εr. ഇതാണ് അപ്പോഴുള്ള എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². നമ്മൾ പറഞ്ഞു വന്നത് F ഈക്വൽസ് 1/4πε0 ഇൻറ്റു εr ഇൻറ്റു Q1 Q2 ബൈ r² എന്ന എക്സ്പ്രഷനിൽ ഇതിൽ 1/4πε0 എന്നതിൻ്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 9 × 10⁹ SI യൂണിറ്റ്സ് എന്ന് കിട്ടും. അതുകൊണ്ട് ഏതൊരു മീഡിയത്തിലും ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 9 × 10⁹ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ εr ഇൻറ്റു r² എന്നാണ്. ഇതിൽ εr എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോൾഡ് ദ റിലേറ്റീവ് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം ഇൻ വിച്ച് ദ ചാർജസ് ആർ പ്ലേസ്ഡ്. ചാർജസ് ഇരിക്കുന്ന മീഡിയത്തിൻ്റെ റിലേറ്റീവ് പെർമിറ്റിവിറ്റിയാണ് εr. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് ദ അബ്സല്യൂട്ട് പെർമിറ്റിവിറ്റി ഓഫ് ദ മീഡിയം to the permittivity of free space. εr equals ε/ε0. ഇനി നമുക്കറിയാം എയറിൻ്റെ കേസിൽ അതിൻ്റെ പെർമിറ്റിവിറ്റി ε0 തന്നെയാണ്. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് ഫ്രീ സ്പേസ് ഓർ എയർ ഓർ വാക്വം വി ക്യാൻ റൈറ്റ് εr ഈക്വൽസ് ε0/ε0 ഈക്വൽസ് 1. അതുകൊണ്ട് എയർ അല്ലെങ്കിൽ വാക്വത്തിൽ അഥവാ ഫ്രീ സ്പേസിൽ ഫോഴ്സിൻ്റെ എക്സ്പ്രഷൻ എന്തായിട്ട് മാറും? ഇറ്റ് ഈസ് ഗിവൺ ബൈ 9 × 10⁹ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ r². ഈ ബന്ധം ഉപയോഗിച്ച് നമുക്ക് യൂണിറ്റ് ചാർജിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇഫ് Q1 ഈക്വൽസ് Q2 ഈക്വൽസ് 1 means unit charge, it is called coulomb. So it is equal to 1 coulomb and r equals 1 meter, then F equals 9 × 10⁹ newtons. Using this we can define charge. So unit charge may be defined as that charge which when placed in free space at a distance of 1 meter from an equal and similar charge experiences a force of repulsion of 9 × 10⁹ newtons. ഇപ്പോൾ യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒരു പ്രത്യേക ചാർജ് അതിന് തുല്യമായിട്ടുള്ള മറ്റൊരു ചാർജിൽ നിന്ന് 1 മീറ്റർ അകലത്തിൽ ഫ്രീ സ്പേസിൽ വയ്ക്കുമ്പോൾ ആ ചാർജിൽ 9 × 10⁹ ന്യൂട്ടൺസ് ഫോഴ്സ് അനുഭവപ്പെടുകയാണെങ്കിൽ ആ പ്രത്യേക ചാർജാണ് യൂണിറ്റ് ചാർജ്. ഇറ്റ് ഈസ് നോൺ ആസ് 1 കൂളംബ്. ഈ കൂളംബിന് തന്നെ വേറൊരു ഡെഫിനിഷൻ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. കറണ്ട് ഈസ് ഗോൺ ബൈ ഇലക്ട്രിക് കറണ്ട് ഈസ് ഗോൺ ബൈ Q ഡിവൈഡഡ് ബൈ T, where Q is the amount of charge flowing in a time T. So Q is also given by I into T. So unit charge or coulomb is also defined as the product of a unit of current is ampere and unit of time second, ampere second. So dimension ഇതിൽ നിന്ന് പറയാൻ പറ്റും. ചാർജിൻ്റെ ഡയമെൻഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. ഡയമെൻഷൻ ഓഫ് ചാർജ് ഈസ് ഗിവൺ ബൈ
dimension of current into dimension of time. ഇതാണ് ഡയമെൻഷൻ ഓഫ് ചാർജ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഡയമെൻഷൻ ഓഫ് എപ്സിലോൺ സീറോ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം ഈ ഫോർമുലയിൽ എപ്സിലോൺ സീറോ എന്ന് പറയുന്നത്, അതായത് എഫ് ഈസ് ഈക്വൽ ടു 1/4 എപ്സിലോൺ സീറോ ഇൻറ്റു Q1 Q2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ എന്ന ഫോർമുലയിൽ എപ്സിലോൺ സീറോയുടെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗോൺ ബൈ 1/4 ഇൻറ്റു Q1 Q2 ബൈ എഫ് ആർ സ്ക്വയർ. So dimension of epsilon 0 is given by dimension of charge, that means A into T, then into A into T divided by dimension of force is m L T raised to minus 2 into dimension of R, that means L, so L square. So we get dimension of epsilon 0 as m raised to minus 1, then L raised to minus 3, T raised to 4, T raised to 4 into A square. This is the dimension of epsilon 0.